വാലിബൻ വന്നിട്ടും ഓസ്ലർ പോയിട്ടില്ല. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. വാലിബൻ വന്നിട്ടും ഓസ്ലർ പോയിട്ടില്ല. ജയറാം ചിത്രം ഇതുവരെ നേടിയത് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മലയാളത്തിന്റെ മെഗാസ്റ്റാറും ജയറാമും ഒന്നിച്ചപ്പോൾ ഓസ്ലർ കയറാൻ ആദ്യ ദിനങ്ങളിൽ ജനങ്ങൾ ഒഴുകിയെത്തി. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ചിത്രം 25 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ടേബിൾ പ്രോഫിറ്റായി മാറിയ ചിത്രത്തിന് ഇപ്പോഴും അത്യാവശ്യം ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നേ ദിവസം തൃശ്ശൂരിലെ തിയേറ്ററിൽ, ഗിരിജ തിയേറ്ററിൽ അത്യാവശ്യം ആളോടുകൂടി തന്നെ ഫസ്റ്റ് ഷോ പ്രദർശിപ്പിക്കുന്ന കാര്യം ഞാൻ നേരിട്ട് കണ്ടതുകൂടിയാണ്. തൊട്ടപ്പുറത്തുള്ള തിയേറ്ററുകളിൽ കാലിയായി കിടക്കുമ്പോഴാണ്, അതും പുതിയ ചിത്രമായ മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം പ്രേക്ഷകരുടെ സമ്മിശ്ര പ്രതികരണങ്ങളോട് തുടർന്ന് തിയേറ്ററിൽ ആളില്ലാതായപ്പോഴാണ് ഈ ഒരു ചിത്രത്തിന് അത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അതത്ര ചെറിയ കാര്യമല്ല. ടൈറ്റിൽ റോളിൽ ജയറാം എത്തിയപ്പോൾ കഥയിൽ പ്രാധാന്യമുള്ള അതിഥി വേഷത്തിൽ മമ്മൂട്ടിയും പ്രത്യക്ഷപ്പെട്ട ഈ ചിത്രം ഇതുവരെ 18 കോടിക്കടുത്ത് കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ നേടിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായ ഈ ചിത്രം വെറും 11 ദിവസങ്ങൾ കൊണ്ടാണ് 18 കോടിയിലേക്ക് നടന്നെടുത്തത്. 15 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന് ആകെ മൊത്തം വേൾഡ് വൈഡായി ലഭിച്ചിരിക്കുന്നത് 35 കോടിയാണെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എബ്രഹാം ഓസ്ലർ ആദ്യ 10 ദിനങ്ങളിൽ ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നീട് രണ്ടാം വാരം ചിത്രം പതുക്കെ താഴോട്ട് പോകുന്ന കാഴ്ചയും കണ്ടു. എബ്രഹാം ഓസ്ലറിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ വലിയ രീതിയിൽ തന്നെ ആളുകളെ ഞെട്ടിച്ചതാണ്. കാരണം ജയറാമിന്റെ ഒരു തിരിച്ചുവരവ് ആരും തന്നെ അധികം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അതും ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമ, അതിൽ മമ്മൂട്ടി സർപ്രൈസിംഗ് കഥാപാത്രമായി എത്തിയപ്പോൾ, അത് വില്ലൻ കഥാപാത്രമായി എത്തിയപ്പോൾ ചിത്രം ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു. മമ്മൂട്ടി എന്ന നടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഓസ്ലറിന് ഇത്തരത്തിലൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയില്ലായിരിക്കാം എന്നാണ് ഒരുപക്ഷെ ആളുകൾ കണക്ക് കൂട്ടുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത തിരക്കഥയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ടും കൂടി ഒരുപക്ഷെ ജയറാമിന്റെ കരിയറിൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നതാണോ എന്ന് പോലും സംശയിച്ചു പോകുമ്പോഴും മമ്മൂട്ടിയുടെ അലക്സാണ്ടർ എന്ന കഥാപാത്രം ചിത്രത്തെ തന്റെ തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടതാണ്. ജയറാം തന്റെ കഥാപാത്രത്തോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെ ജയറാമിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അത് അദ്ദേഹം പല നടന്മാരോടൊപ്പം അഭിനയിക്കുമ്പോഴും കാണിച്ചിട്ട് തന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു വലിയ താരമായി നിൽക്കുന്നതും ഒപ്പം തന്നെ വലിയ അഭിനേതാവായി നിൽക്കുന്നതും വലിയ കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. അലക്സാണ്ടറായി അദ്ദേഹം അരങ്ങ് തകർക്കുകയും സിനിമ അങ്ങനെ 35 കോടിയുടെ വൻ വിജയം നേടുകയും ചെയ്തു. വാലിബിനോട് പോലും മുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ജയറാമിന്റെ ഓസ്ലർ. അതിനൊറ്റ പേരേ ഉള്ളൂ, ഒറ്റ കാരണമേ ഉള്ളൂ, അത് മമ്മൂട്ടി എന്ന മെഗാ താരത്തിന്റെ ആ പേര് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്ന വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.